നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ കോഴിക്കൂട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. മാമ്പഴത്തിന് വില ലഭിക്കാതെ ചാലക്കുടി കർഷകർ. പ്രിയൂർ ഇനത്തിലെ മാമ്പഴത്തിന് കിലോയ്ക്ക് 50 രൂപയിലേക്ക് ചുരുങ്ങി. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന ആശയത്തിൽ SSF സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. പുതുക്കാട് മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് 16-ാം വാർഡ് തെക്കേതൊറവ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 62ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് ഓരോ പൂരപ്രദർശനവും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനമാണ് തൃശൂർ പൂരം പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വദേശി പ്രദർശനമായിരുന്നു ആദ്യം. സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുത്തു. 1964-ലാണ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പൂരം നടത്തിപ്പിനായി ഇരു ദേവസ്വങ്ങളും 2.5 കോടിയോളം രൂപ വീതം കണ്ടെത്തേണ്ടതുണ്ട്. പൂരത്തിന് വരുന്ന ചെലവിന്റെ നല്ലൊരു ഭാഗവും ഈ പ്രദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരം പ്രദർശനം വിജയകരമായി തന്നെ നടത്താൻ കഴിഞ്ഞു. മുൻ വർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലീനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്റിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിനിയലിലുണ്ട്. റോബോട്ടിക്സ്, ആനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി വിനോദ ഉപാധികളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. കൂടാതെ പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടം ഉണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മയിൽ വാഹനം ബസ്സാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ കോഴിക്കോട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. രണ്ടാംകല്ല് കൂനൻ വീട്ടിൽ ബിജുവിന്റെ കോഴിക്കൂട്ടിൽ നിന്നാണ് 6 അടി നീളമുള്ള പാമ്പിനെ പിടികൂടിയത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സ്നേക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു.
മാമ്പഴത്തിന് വില ലഭിക്കാതെ ചാലക്കുടി കർഷകർ. പ്രിയൂർ ഇനത്തിലെ മാമ്പഴത്തിന് കിലോയ്ക്ക് 50 രൂപയിലേക്ക് ചുരുങ്ങി. മാമ്പഴക്കാലത്ത് എക്കാലത്തും മുൻനിര താരമാണ് പ്രിയൂർ. ജനപ്രിയ മാമ്പഴത്തിന് ആവശ്യക്കാരും ഏറെയുണ്ട്. മുൻ വർഷങ്ങളിൽ ആദ്യം വലിയ തുക നൽകിയാണ് ആളുകൾ ഇവ വാങ്ങാറുള്ളത്. ഇക്കുറിയാകട്ടെ തുടക്കത്തിൽ തന്നെ വില ലഭിക്കുന്നില്ല. ഇനിയും വില കുറയാനാണ് സാധ്യത എന്ന് കച്ചവടക്കാർ പറയുന്നു. മുന്തിയ തരം പ്രിയൂർ മാങ്ങകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിദേശങ്ങളിലേക്കും കയറ്റി പോകുന്നുണ്ട്. തൊലിക്ക് കനം കുറവായതിനാൽ പെട്ടെന്ന് പുഴുക്കേട് ഉണ്ടാകുന്ന മാങ്ങ കൂടിയാണ് പ്രിയൂർ. ഇതുകൊണ്ട് തന്നെ കേട് ഒഴിവാക്കുന്നതിന് മാവുകൾ പൂക്കുന്ന വേളയിൽ കീടനാശിനി തളിക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. പൂക്കാലം മുതൽ മുൻകൂട്ടി കച്ചവടം നടത്തുന്ന ഇടനിലക്കാർ വിപണി നിയന്ത്രിക്കും. ചാലക്കുടിയിലെ പ്രധാന റോഡുകളിലെല്ലാം ഇപ്പോൾ മാങ്ങ കച്ചവടം പൊടി പൊടിക്കുന്നു. ഒരു കേന്ദ്രത്തിൽ ദിനംപ്രതി 300 കിലോ മാങ്ങകൾ വിറ്റഴിയും. ഇനിയും വില കുറയാനാണ് സാധ്യത എന്ന് ചാലക്കുടി വെട്ടുകടവ് റോഡിൽ കച്ചവടം നടത്തുന്ന മേലൂർ സ്വദേശി തെറ്റയിൽ ജോസ് പറയുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മാങ്ങകൾ പൊട്ടിച്ച് വിപണിയിൽ എത്തിക്കാനുള്ള പെടാപ്പാടിലാണ് കച്ചവടക്കാർ. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൂര മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 5 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാവടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ഉച്ചതിരിഞ്ഞ് പാണ്ടിമേളം, കുടമാറ്റം എന്നിവയോടെ നടന്ന എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് കാളകളി, തെയ്യം തുടങ്ങിയ അനുഷ്ഠാന കലാരൂപങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി രതീഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KS ജനാർദ്ദനൻ, ചന്ദ്രൻ പുതിയേടത്ത്, KK ഹരിദാസ്, SK ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന ആശയത്തിൽ SSF സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ സോൺ ജനറൽ സെക്രട്ടറി ഷെരീഫ് പാലപ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSF സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി അനസ് അമാനി, സംസ്ഥാന എക്സിക്യൂട്ടീവ് ഹുസൈൻ ഫാളിലി എറിയാട് എന്നിവർ സമ്മേളനം ആശയം അവതരിപ്പിച്ചു. ലഹരിയുടെ കൂടിവരുന്ന ഉപയോഗം സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്നതാണെന്നും എല്ലാവരും ഒന്നിച്ചുള്ള പ്രതിരോധമാണ് ലഹരിയെ തുരത്താനുള്ള മികച്ച വഴിയെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥി റാലിയോടെ ആരംഭിച്ച SSF 53ാം സ്ഥാപക ദിന ഡിവിഷൻ സമ്മേളനത്തിന് കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ വഹാബ് സഅദി, SYS സോൺ പ്രസിഡന്റ് അഷ്റഫ് സഅദി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി സദറുദ്ദീൻ, SYS ജില്ലാ എക്സിക്യൂട്ടീവ് അമീർ വെള്ളിക്കുളങ്ങര എന്നിവർ ആശംസകൾ അറിയിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് ജൌഹർ അദനി കാമിൽ സഖാഫി അധ്യക്ഷത നിർവഹിച്ച സമ്മേളനത്തിൽ ഡിവിഷൻ ജനറൽ സെക്രട്ടറി യൂനുസ് വെള്ളിക്കുളങ്ങര സ്വാഗതവും ബാസിദ് അദനി നന്ദിയും പറഞ്ഞു. പുതുക്കാട് മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 ഭാഗമായി വരന്തരപ്പള്ളി സെന്ററിൽ നടന്ന പ്രകടനവും പൊതുസമ്മേളനവും AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, CU പ്രിയൻ, AV ചന്ദ്രൻ, PC ഉമേഷ്, സന്തോഷ് തണ്ടാശ്ശേരി, PM നിക്സൺ, ഷീല ജോർജ്, ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി, PS സുരൻ എന്നിവർ സംസാരിച്ചു. താഴെത്തട്ടിലുള്ള മനുഷ്യനിലേക്ക് അരിച്ചരിച്ചിറങ്ങും എന്നാണ് ഇവർ ഈ ലോകത്തെ ജനങ്ങളോട്, തൊഴിലാളി വർഗത്തോട് പറയുവാനായിട്ട് ശ്രമിച്ചത്. ഇപ്പോൾ 10-30 വർഷങ്ങൾ കഴിഞ്ഞു, 3 പതിറ്റാണ്ടുകൾ പിന്നിടുവാനായിട്ട് പോവുകയാണ്. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് 16ാം വാർഡ് തെക്കേത്തുറവ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി വർഗീസ് തെക്കേത്തല അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി.
ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, KJ ജോജു, MT മുരളി, ലിൻസൺ പല്ലൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി വാർഡ് പ്രസിഡന്റ് ബിബിൻ കുറ്റിക്കാടൻ, വൈസ് പ്രസിഡന്റുമാർ മേരി ജോൺസൺ, മനോജ് KR, ജനറൽ സെക്രട്ടറിമാർ പോളി കുറ്റിക്കാടൻ, ജാൻസി വർഗീസ്, ടിറ്റോ ആന്റണി, ഹരി പേടേരി, KR രഞ്ജിത്ത്, ട്രഷറർ ജെർവീസ് ചെറുശ്ശേരി എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8755 രൂപ, പവന് 70,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ കോഴിക്കൂട്ടിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. മാമ്പഴത്തിന് വില ലഭിക്കാതെ ചാലക്കുടി കർഷകർ. പ്രിയൂർ ഇനത്തിലെ മാമ്പഴത്തിന് കിലോയ്ക്ക് 50 രൂപയിലേക്ക് ചുരുങ്ങി. പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും പൂരമഹോത്സവവും ആഘോഷിച്ചു. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന ആശയത്തിൽ SSF സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. പുതുക്കാട് മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു. പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് 16-ാം വാർഡ് തെക്കേത്തൊറവ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.